ഞാൻ TP ശാസ്തമംഗലം. ചക്ക ചില ചലച്ചിത്ര ഗാനങ്ങളിലും കടന്നു വന്നിട്ടുണ്ട്. ചക്കയ്ക്കൊത്തൊരു പിച്ചാത്തി എന്ന പാട്ടിൻ്റെ വരി, ചക്കയ്ക്കൊത്തൊരു ചങ്കരൻ, ചക്കയ്ക്കൊത്തൊരു പിച്ചാത്തി എന്ന പാട്ടിൻ്റെ വരികൾ എഴുതിയത് P. ഭാസ്കരനാണ്. മലയാളത്തിലെ വിഭവങ്ങൾ, മലയാളത്തിലെ പ്രകൃതി വിഭവങ്ങൾ ഇവയെക്കുറിച്ചൊക്കെ എഴുതാൻ എന്നും മുൻപന്തി നിന്ന ആളാണ് P. ഭാസ്കരൻ. നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങളിൽ ചക്കയെക്കുറിച്ചുള്ള പാട്ടുകൾ പൊതുവെ കുറവാണ്. കവികൾക്ക് ചക്ക ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, എന്നാൽ ചക്കയ്ക്കൊത്തൊരു ചങ്കരൻ, ചക്കയ്ക്കൊത്തൊരു പിച്ചാത്തി എന്ന് P. ഭാസ്കരൻ എഴുതിയത് ഒരു പക്ഷേ പ്രാസം ഒപ്പിക്കാൻ വേണ്ടിയാകാം. എന്തായിരുന്നാലും ചക്കയെക്കുറിച്ചുള്ള പാട്ടായി അത് മാറി. അപ്പോൾ ഈ കുട്ടിക്കാലത്ത് ഈ ചക്കയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കളിക്കാൻ പോവുകയാണെന്നില്ല. അപ്പോൾ ആൾ വന്നിട്ടാണല്ലേ? പിന്നെ ശക്തിയും അദ്ദേഹത്തിനുണ്ട്. ഞാൻ കഴിഞ്ഞ 18 വർഷമായി അദ്ദേഹത്തിൻ്റെ സേവനം ഉപയോഗപ്പെടുത്തുന്ന ആളാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സന്നിധാനം എന്ന ആധ്യാത്മിക മാസികയിൽ അദ്ദേഹത്തിന് നമ്മുടെ നാട്ടുപാട്ടുകൾ, നമ്മുടെ സിനിമാ ഗാനങ്ങൾ, നാടകഗാനങ്ങൾ, മറ്റു തരത്തിലുള്ള സാഹിത്യകൃതികൾ ഇതൊക്കെയായിട്ട് അടുപ്പമുണ്ട്. നമ്മൾ ഉൾക്കൊണ്ട് നമ്മളെ മെച്ചപ്പെടുത്താൻ നോക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ 50-ാം വർഷ ഈ വേളയിൽ ഇനിയും നിറയെ വർഷം അദ്ദേഹത്തിന് ഈ രംഗത്ത് സന്തോഷമായിട്ട് വർക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഈ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ശ്രദ്ധേയനാവാൻ വഴിയില്ലെന്നുള്ള സ്വാഭാവികം. ഈ ചടങ്ങിൽ സാംസ്കാരിക കേരളത്തിന്റെ ആദരം ഏറ്റുവാങ്ങുന്ന ശ്രീ TP ശാസ്തമംഗലം സാർ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രസരിപ്പോടും കൂടി ആഘോഷിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ആദരണീയനായ പ്രിയപ്പെട്ട TP ശാസ്തമംഗലം സാർ, ഈ ഒരു സംസ്കാരങ്ങളെ നിരൂപണം ചെയ്യുന്ന ഒരു പ്രസ്ഥാനം അദ്ദേഹം ആരംഭിച്ചു. അത് വലിയ കാര്യമാണ്. അത് നഖശിഖാന്തമായിട്ട് പലരെയും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്, എന്നെ വിമർശിച്ചിട്ടുണ്ട്. ചാലക്കമ്പോളത്തിൽ വച്ച് നിന്നെ കണ്ടപ്പോൾ 4 വളയും വാങ്ങി നീ നടന്നപ്പോൾ 4000 പവനൊരുക്കും നിന്റെ മേനിയിൽ ഒരു നല്ല കസവു നേരിയതാക്കാൻ ഞാൻ കൊതിച്ചുപോയി. ചാലക്കമ്പോളത്തിൽ വച്ച് നിന്നെ കണ്ടപ്പോൾ ത്തിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ
നാലണയ്ക്ക് വളയും വാങ്ങി നീ നടന്നപ്പോൾ 4000 പവനുരുകും നിന്റെ മേനിയിൽ ഒരു നല്ല കസവു നേരിയതാകാൻ ഞാൻ കൊതിച്ചു. ഇത് ചാലക്കമ്പോളം പാഠം പറഞ്ഞതല്ല. അപ്പോ അദ്ദേഹത്തിന് പാട്ട് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. സ്നേഹമാം മാധുര്യം സമംഗലത്തിന് ഇനിയും എഴുത്തിൻ്റെതായ ഭാസുരമായൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അദ്ദേഹത്തിന് ശ്രീ ടി പി ശാസ്തമംഗലം വേദി അടുത്തതായി ടി പി സാറിനെ ആദരിക്കുന്നതിനായി കവിയും സാഹിത്യകാരനുമായ ശ്രീ കാര്യവട്ട സദസ്സിലുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇതുമായിട്ട് അങ്ങനെ ഇവർ പറയുന്നത് പോലെ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അത് പുറത്തു വന്നു കഴിഞ്ഞാൽ സാർ എന്താണ് അതിനെപ്പറ്റി എഴുതുന്നതെന്ന് അടുത്ത ടി പി ശാസ്തമംഗലം പുരാണവും ടി പി ശാസ്തമംഗലം സ്തുതിയും കേട്ട് ചെവി തടംപിച്ചിരിക്കുന്ന നിങ്ങളോട് ഞാനിനി എന്താണ് പറയേണ്ടത്? സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാൻ എന്തൊരു നാണം എന്ന് പി ഭാസ്കരൻ മാഷ് പണ്ട് എഴുതി. സ്വല്പമൊന്ന് അത് മാറ്റി പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു നിൽക്കുമ്പോൾ വാക്കുകൾ വെളിയിൽ വരാതെ നാണിച്ചു മാറിക്കളയും. അതാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. എങ്കിലും ഈ യോഗത്തിൻ്റെ ധർമ്മമനുസരിച്ച് ഏതാനും വാക്കുകൾ മാത്രം. കലാലയ തലം വരെ പഠിപ്പിച്ച അധ്യാപകർ, ഒപ്പം എൻ്റെ ഗുരുക്കന്മാരല്ലാതിരുന്ന